ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ മീനൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഓരോ ദിവസത്തേക്ക് എടുക്കത്തക്ക രീതിയിൽ ഒരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ആ മീൻ ലെവലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ സൂക്ഷിച്ചാൽ ആ മീൻ നല്ല ഫ്രഷ് ആയിരിക്കും. ഒരു രുചി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷായി നമ്മൾ ഇപ്പം മേടിച്ച പോലെ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ടിപ്പ്, ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ബേസ് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം സിസേഴ്സ് വെച്ച് വെട്ടി മാറ്റുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതുകൊണ്ടൊരു നല്ലൊരു യൂസ് ഉണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ അരിയ പയർവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മൾ പല പല കണ്ടെയ്നറിനകത്ത് ഇട്ട് വെക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ സാധനങ്ങൾ എടുക്കേണ്ട സമയത്ത് അതിനകത്ത് ഇതുപോലെ നമ്മളൊന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ വെട്ടി അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്തുള്ള സാധനം എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു അളവും ആവും. നമുക്ക് അളവ് എന്തുമാത്രം എടുക്കണമെന്നുള്ളതൊക്കെ നോക്കി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ ടിപ്പ്, ഇപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഡൗണി ഫാബ്രിക് സോഫ്റ്റ്നറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് സാദാ വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയുടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. നമ്മൾ ഫാബ്രിക് സോഫ്റ്റ്നർ നല്ലൊരു സ്മെല്ലിനും അതേപോലെ ബേക്കിംഗ് സോഡ ഒരു ക്ലീനിങ് ഏജൻ്റായിട്ടാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലൊരു അടിപൊളി ഒരു ഐഡിയ തന്നെയാണ്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ടവലാണ്. ആ ടവൽ ആ വെള്ളത്തിലോട്ട് മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്താലും മതി. അപ്പോൾ ഞാനിതിൽ മുക്കിയിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ വേണ്ടിയത് ഒരു അടപ്പാണ്. അപ്പോൾ അടപ്പെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വലുപ്പത്തിലുള്ള അടപ്പെടുക്കാം. കുറച്ചുകൂടി നമ്മുടെ പണി എളുപ്പമാക്കി തരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അതേപോലെ നമുക്ക് കുക്കറിൻ്റെയൊക്കെ അടപ്പുണ്ടല്ലോ, അതിന് പിടിയൊക്കെ ഉണ്ട്. അതാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ നല്ലതായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ തന്നെയാണ് അത്. ഇതുകൊണ്ട് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് സോഫയൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. സോഫയിലെ പൊടിയും അഴുക്കും ഒക്കെ നന്നായിട്ട് തന്നെ ഇതിൽ അബ്സോർവ് നനഞ്ഞ അതിലോട്ട് അബ്സോർവ് ചെയ്യും. നന്നായിട്ട് തന്നെ ക്ലീനാക്കി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ കുറച്ച് വലിപ്പത്തിലുള്ള അടപ്പെടുത്താൽ പെട്ടെന്ന് പണികൾ ചെയ്യാനും പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സോഫ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഈ ചാനലിൽ ടിപ്സും റെസിപ്പീസും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് കയറി കാണാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചീപ്പാണ്. ആ ചീപ്പയിലോട്ട് ആ ടവൽ ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ സോഫയുടെ ഇടയിലൊക്കെ ഉള്ള വിടവിലൊക്കെ നമുക്ക് ഈ കൈയിട്ട് നമുക്ക് തൂത്തെടുക്കാനായിട്ട് നമുക്ക് പാടായിരിക്കും. അപ്പോൾ ആ ചീപ്പാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് തൂത്ത് ക്ലീനാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ അവിടെയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പൊടികളൊക്കെ മാറാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഐഡിയ തന്നെയാണ്. നാലാമത്തെ ടിപ്പ്, ഇവിടെ ഒരു 50 പൈസ കവറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കവർ കൊണ്ടുള്ള കുറേ ടിപ്സും ഐഡിയാസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായം സജഷൻസൊക്കെ പറയാവുന്നതാണ്. കവർ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്.
അതിൻ്റെ ഉള്ളിലെ മടക്ക് പോലുള്ള അകത്തോട്ട് കയറിയിരിക്കുന്ന ഭാഗം അതിൻ്റെ കുറച്ച് സൈഡിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഉള്ളിലോട്ട് കയറി വരരുത്, അതുകൊണ്ട് സൈഡിലോട്ട് നീക്കി കൊടുക്കുന്നുണ്ട്. 2 സൈഡിലെ അതേപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടിയത് ബട്ടർ പേപ്പറാണ്. അപ്പോൾ ബട്ടർ പേപ്പർ വെട്ടിയെടുത്തത് ഒരു റെക്റ്റാങ്കുലർ രീതിയിൽ വെട്ടിയെടുത്തതാണ്. അത് അടിയിൽ വെച്ചു, കവറിൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് അതിൻ്റെ മേളിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ പേപ്പർ ഒരു 1/4 ഭാഗത്തോളം, കവറിൻ്റെ 1/4 ഭാഗത്തോളം കവർ ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയാണ് ഒരു തേപ്പൊട്ടി ചൂടാക്കി ആ കവറിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വരത്തക്ക രീതിയിൽ ആ അയൺ ബോക്സ് ചരിച്ച് വെച്ച് ആണ് കൊടുക്കുന്നത്. ചൂടാക്കി അയൺ ബോക്സ് ആണ് ചരിച്ച് വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കവറിൽ ഒരു ലൈൻ പോലെ നമുക്ക് കിട്ടിയാൽ മതി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴ് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഈ കവറ് ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് 2 ഉറയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. നമുക്ക് വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐഡിയ തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പൊതിയൊക്കെ കെട്ടി നമുക്ക് കൊണ്ടുപോകേണ്ട സമയത്ത്, അതേപോലെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജ്യൂസൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ആ ജ്യൂസൊക്കെ ആ സമയത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ബാഗിനകത്ത് ഇത് ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൊണ്ടുപോകാവുന്നതാണ്. വളരെ പ്രയോജനപ്രദമായ നല്ലൊരു ടിപ്പ് തന്നെയാണ്. ഇത് മറിഞ്ഞൊന്നും പോകത്തില്ല. അവിടെ ആ കവറിനകത്ത് നമ്മൾ സാധനം വെക്കുമ്പം കവറിൻ്റെ താഴെ വരെ ഞാനിപ്പോൾ ഗ്ലാസ് വെച്ച് കൊടുത്തപ്പോൾ ആ താഴെ വരെ എത്തിയൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അത് അനങ്ങത്തില്ല, അവിടെ ഉറപ്പായിട്ട് തന്നെ ഇരുന്നോളും. എത്ര നമ്മൾ അനക്കിയാലും ഒന്നും അത് പോകത്തൊന്നുമില്ല, അവിടെ ഉറപ്പായിട്ട് നന്നായിട്ട് തന്നെ ഇരിക്കും. അതേപോലെ നമുക്കൊരു കവറ് വെച്ച് അടയ്ക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ച് റബ്ബർ ബാൻഡ് ഇടുമായിരുന്നു ചെയ്തിരുന്നത്. നമുക്ക് ഇതിന് പറ്റിയ ഇതുപോലുള്ള ഗ്ലാസ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതുപോലെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിനൊരു കവറൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അതുപോലെ നമുക്ക് ഈ കവറിന് പിടിക്കുകയാണെങ്കിൽ ഗ്രോസറി ബാഗ് ഹോൾഡർ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇതിന് മുമ്പുള്ള ഇട്ടിരുന്നു. അത് ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലെ വീഡിയോ ആണ്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണാവുന്നതാണ് കേട്ടോ. കവർ എടുക്കുമ്പോൾ ഇതുപോലെ 50 പൈസ കവർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് എന്നെ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.